ചേച്ചി എന്താ ഇവിടെ? ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വരുന്ന നോക്കി നിൽക്കുക മോനെ. അല്ല പോയത്ത് നിൽക്കുന്നുണ്ട് ചോദിച്ചു. നിങ്ങളെപ്പോഴാണ് പോകുന്നത്? ഞങ്ങളിപ്പം പോവും. മക്കള് പോയിക്കോ, ഞാൻ ഇവിടെ വിളിക്കാം കേട്ടോ. അവിടെ ഇരുന്നു. എൻ്റെ ദൈവമേ, മരിക്കാൻ പോലും വിടുന്നില്ലല്ലോ അവിടെ ആൾക്കാര്. ഈ കുട്ടികളുടെ രൂപത്തിൽ ആരാ എത്തിയത്? ഭഗവാനാണോ? ജീവിക്കണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിയതാ. ഇവിടെ ഇഷ്ടംപോലെ കുട്ടികൾ വന്നിരിക്കുന്നു. ഒന്നുമില്ലാത്ത മക്കൾ ഇത് അവിടെ വന്ന് നിൽക്കുന്നു. ഇവിടെ ഇരിക്കുന്നേ ഞങ്ങൾ അങ്ങനെ വന്നതാ. ചേച്ചി എന്ത് ഈ സമയത്തൊന്നും ഇവിടെ ഇരിക്കാൻ പാടില്ല. ചേച്ചീൻ്റെ വീട് എവിടെയാ? ഫ്രണ്ട് പറഞ്ഞ് കുറെ സമയമല്ലോ. ഫ്രണ്ട് എവിടെയാ? മക്കളെ നിങ്ങൾ പോയിക്കോ, ഞാൻ കുറേ സമയം ഇവിടെ ഇരുന്നിട്ട് ഞാൻ പോകുന്നുള്ളൂ. ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല. ഈ സമയത്തൊന്നും ഇവിടെ ഇരിക്കാൻ പാടില്ല. എൻ്റെ ഫ്രണ്ട് 1 മണിക്കൂറും കൂടി കാത്തിരുന്നാൽ വരും. മക്കളെ നിങ്ങൾ സമയം ഉച്ചയായില്ല, നിങ്ങൾ പോയിക്കോ. നിങ്ങൾ പോയ ശേഷം ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ടാ. ചേച്ചീൻ്റെ വീട് എവിടെയാ? എൻ്റെ വീട് കുറേ അങ്ങോട്ട് പോകണം. ഇവിടെ ഒറ്റക്കൊന്നും ഇരിക്കാൻ പാടില്ല ചേച്ചി. ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയിക്കൂടെ? എനിക്ക് സുഖഭയ്യ തോന്നുന്നു മോനെ, അതാ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് ഞാൻ പോയിക്കോളാം. മക്കൾ എന്തായാലും പോയിക്കോട്ടെ. ഇനി ഇരിപ്പ് കണ്ടിട്ട് നമുക്ക് എന്തോ പന്തി കിടക്കുന്നുണ്ട്. നമുക്ക് ആരോടും ഇപ്പോൾ പറഞ്ഞാലോ? ആരാണത്? പരിചയമില്ലാത്ത ഒരാള്. കൊറേ നേരമായ മോനെ? ആ കൊറേ നേരം. ആ കുട്ടികൾ പോയി തോന്നുന്നു. ഇനി ഇതൊരു ചാൻസാ. ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല. എന്തായാലും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇവിടെ ആ ചേച്ചി ഇരുന്നത്. എന്തായാലും ആ ചേച്ചി പോയിട്ടുണ്ടാവില്ല. എന്നിട്ട് ചേച്ചി എവിടെ മോനെ? ചേച്ചി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഒന്നേ പോയ ചാടി, അല്ലെങ്കിൽ ഈ ചേച്ചിനെ ഇവിടെ കണ്ടത്. ഇത് ലക്ഷ്മി ചേച്ചി അല്ലേ? ലക്ഷ്മി ചേച്ചി എന്താ ഇവിടെ വന്നിരിക്കുന്നത്? കുട്ടികൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. എന്താണ് വിഷയം? റഷീദ്, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാ. ഏട്ടൻ ഒരുപാട് വഴക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കറിയുന്ന കാര്യമല്ലേ, ഇത്രയും കാലം പണിയെടുത്ത് ഏട്ടൻ്റെ മക്കളിനെയും അവരിനെയൊക്കെ ഞാൻ നല്ലപോലെ നോക്കി. ഇപ്പോൾ ഏട്ടൻ ഓരോ വാക്കുകൾ പറഞ്ഞ് ഒരുപാട് വിഷമിച്ചു. അവിടെ നിന്ന് ഇറങ്ങി പോകാനാണ് പറയുന്നത്. എനിക്ക് പോകാൻ വേറൊരു ഇടമില്ല. എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് വന്നതാ. വന്നപ്പോൾ ഈ കുട്ടികൾ രണ്ടും എൻ്റെ പിന്നാലെ പിന്തുടരണം. അവർ പോയി എന്ന് പറഞ്ഞിട്ട് വന്നത്. ചേച്ചി എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഞാൻ എന്തിനു ജീവിച്ചിരിക്കണം? ഞാൻ ആരെ കണ്ടിട്ടിരിക്കണ രക്ഷിത? ഇത് ഞാൻ മരിക്കുന്നില്ല, ജീവിച്ചിരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വന്നതാ. പക്ഷെ ഇനി മരിക്കാനും വിടുന്നില്ലല്ലോ. നമുക്ക് വീട്ടിൽ പോവാം. ഇനി എന്തിനു വീട്ടിൽ പോകുന്നു? ആര് കാണാൻ പോകുന്നു? ഏട്ടൻ എന്നെ കടത്തില്ല അവിടെ പോയി കഴിഞ്ഞു. അത് ഞാൻ പറയാം. നമുക്ക് ഏട്ടനോട് പറഞ്ഞ കാര്യം നിങ്ങൾ പറയാമല്ലോ ലക്ഷ്മി ചേച്ചി. വാ, ചേച്ചീൻ്റെ എന്താണ് ഡ്രസ്സാണ് ഷോപ്പിൽ ഇതിലെന്താണ്? പണിക്ക് പോകാൻ വേണ്ടി റെഡി ആയതാ. ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഏട്ടൻ്റെ ബന്ധുക്കാരോ വരും, അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഏട്ടത്ത് ഞാൻ പണിക്കും പോയി. ഞാൻ പറഞ്ഞു ഞാൻ കുറേ ദിവസം ഏട്ടത്ത് എനിക്ക് സുഖമില്ലാന്ന് പറഞ്ഞ് ലീവ് എടുത്തു. ഇങ്ങനെ പണിക്ക് പോയിരുന്നു. എന്തെങ്കിലും പൈസ കിട്ടുമോ? കിട്ടുന്ന പൈസ വീട്ടിലെ ലോണും ഞാൻ അടയ്ക്കണം, ഒരു കുടുംബത്തിൽ ചെലവിനും കൊടുക്കണം. എൻ്റെ അടുത്താണ് 1 രൂപ പോലും കയ്യിലില്ല. അപ്പോൾ ഏട്ടൻ്റെ അടുത്ത് 1ഉം 2ഉം പറഞ്ഞ് ഏട്ടൻ വഴക്കിട്ട് ഞാൻ 2 ലക്ഷം റുപ്യയിലല്ലേ നീ അവിടെ ഇറങ്ങിപ്പോന്ന് പറഞ്ഞു. ഞാൻ 2 ലക്ഷം റുപ്യ എവിടേക്കാണ് പോകുന്നത്? എനിക്ക് ആരാ ഉള്ളത്? ഈ ഭൂമിയിൽ ചോര ബന്ധം പറയാൻ മാത്രമല്ലേ ഉള്ളൂ.
ഏട്ടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ മതി എനിക്ക് ജീവിച്ചിരിക്കണ്ട എന്ന് പറഞ്ഞാൽ ഇറങ്ങിയതാ. പക്ഷെ സമ്മതിക്കുന്നില്ലല്ലോ ദൈവം. തൽക്കാലം നമുക്ക് വീട്ടിലേക്ക് പോവാം. വീട്ടിലെന്തിനാ പോകുന്നത്? എനിക്കൊരു പിടിയില്ല. എനിക്ക് വേറെ എവിടെയെങ്കിലും ഒന്ന് പോകാൻ വഴിയുണ്ടെങ്കിൽ മതിയായിരുന്നു. ഞാൻ പറയാം, ഞാനും ഉണ്ട്, ലക്ഷ്മിയച്ചിയുടെ കൂടെ ഞാനും ഉണ്ട്. നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇവിടെ വന്നിരുന്ന് ഇത് ഈ കുട്ടികൾ കണ്ടതും പറഞ്ഞതും കൊണ്ടിട്ടാണ് ഇപ്പോൾ ഞാൻ അതാ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പാഞ്ഞു വന്നത്. വാ നമുക്ക് വീട്ടിലേക്ക് പോവാം. നീ വന്നിട്ട് പറഞ്ഞിട്ടോ എന്താ എനിക്കറിയില്ല രക്ഷിത. ഇനി എന്നെ അവരവിടെ എത്തൂല്ല. ഇനി അവരുടെ അടുത്ത് എത്ര കാലം ചോദിച്ചു പോവുക. ഞാൻ വരാം. 2 ലക്ഷം ഉറുപ്പിക വരെ അവിടെ നിന്ന് പോകുന്ന പറയുന്നത്. എവിടെയെങ്കിലും സ്ഥലം വാങ്ങി ഷെഡ് വെച്ച് കെട്ടിയിരിക്കുക. ഞാൻ ഒറ്റയ്ക്ക് എവിടെ ഷെഡ് വെച്ചിരിക്കുക? ഞാൻ ഇവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ല ഇത്രയും കാലം പണിയെടുത്ത് ഇവരിന് കല്യാണം പോലും വേണ്ടെന്ന് വെച്ച് ഇവരിനൊക്കെ നോക്കിയിരുന്നത്. ഏട്ടന് ജോലിയാക്കാനും പഠിപ്പിക്കാനൊക്കെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പം അതെല്ലാം മറന്നു. അതൊക്കെ പോകട്ടെ. ഞാൻ ഒരു ഉപദ്രവത്തിനും പോകുന്നില്ല. ഞാൻ പണിയെടുത്ത് എല്ലാ വീട്ടിലെ പണി ഒരിക്കലും ഞാൻ പണിക്ക് പോകുന്നത്. കിട്ടുന്ന പൈസ എവിടെ കൊണ്ട് കൊടുക്കുന്നു. വീട്ടിൻ്റെ ലോണ് ഞാൻ അടയ്ക്കുന്നു. ഇതൊന്നും മനസ്സിലാവാണ്ട് ഏട്ടൻ ഇനി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ. എൻ്റെ മോന് കല്യാണം കഴിക്കും. ഞങ്ങൾക്ക് നിന്നെ ഇരുന്ന നാണക്കേടാണെന്നോ പറയുന്നത്. വീട്ടിലേക്ക് വിളിക്കാം. ഞാൻ വിളിക്കാം. നമുക്ക് രണ്ടാൾക്ക് കൂടി ഞാനും വരാം. ലക്ഷ്മിയച്ചിയുടെ കൂടെ ഞാനും വരാം. നമുക്ക് കാര്യങ്ങൾ പറയാലോ. എന്താ ചെയ്യുന്നത് എനിക്കൊരു പിടുത്തമില്ല. ആരും ഇല്ലാണ്ടായി പോയല്ലോ. അതൊക്കെ നിങ്ങളെ തോന്നലാണ്. ഞാൻ നിങ്ങളെ കൂടെ വരും. വീട്ടിലെറ്റം വരും. നമുക്ക് വീട്ടിൽ നിന്ന് കാര്യങ്ങളെല്ലാം സംസാരിച്ച് തീർക്കാം. അത് ഇവർ വന്ന് പറഞ്ഞത് കൊണ്ടിട്ടാണ് ഞാനിത് അറിയുന്നത്. ഏട്ടൻ ഞാൻ പോയി എന്ന് പറഞ്ഞ് സമാധാനിച്ചിരിക്കുകയായിരിക്കും. അവരുടെ സമാധാനം ഞാൻ കേട് വരുത്തണം. വാ നമുക്ക് കാര്യങ്ങൾ പറയാം. വാ പോരെ നടക്ക്. അല്ലെങ്കിൽ ഇവലൊക്കെ എന്ത് മനുഷ്യന്മാരാണ്. ഒന്നില്ലെങ്കിൽ പെങ്ങളല്ലേ. അല്ല ലക്ഷ്മിയച്ചി, ലക്ഷ്മിയച്ചിൻ്റെ കയ്യിൽ ഇപ്പം എന്തെങ്കിലും ഉണ്ടോ? എന്തുണ്ട് റഷീദ? ഓൻ്റെ അടുത്ത് ഒന്നുമില്ല. ഒരു പൈസ ഇല്ല. ലക്ഷ്മിയച്ചിക്ക് വേറെ പോയിട്ട് താമസിക്കാനുള്ള വകുപ്പുകളും ഇല്ല. ഒന്നുമില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണല്ലോ ഏട്ടൻ 2 ലക്ഷം ഉറുപ്പിക തരം നീ പോയിക്കോന്ന് പറഞ്ഞത്. പറയാം. മൂപ്പര് ഇവിടെ ഇല്ലേ? ഇതാരങ്ങനെ ശല്യം ചെയ്യുന്നു? നീയോ? എന്താണോ റഷീദേ? നിങ്ങളെന്താന്ന് എന്നെ എങ്ങനെ നോക്കി പഠിപ്പിക്കുന്നത്? ഒന്നില്ലെങ്കിൽ നിങ്ങളെ പെങ്ങളല്ലേ ലക്ഷ്മിയച്ചി. എവിടുന്നാ കൂട്ടിക്കൊണ്ടുവരുമെന്ന് അറിയോ നിങ്ങൾ? എന്താണ് സുധാകരേട്ടാ, 2 കുട്ടികളാണ് എനിക്കിത് കാണിച്ചു തരുന്നത്. പുഴയിലേക്ക് ചാടാൻ വേണ്ടി നിൽക്കുകയാണ്. എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ എന്താക്കും? എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? ഇവിടെ മനഃപൂർവ്വം ചെയ്യുക. ഇനി നാണം കെടുത്താൻ മതി. ഇവിടെ പണിക്ക് പോയാളാ. ഇവിടുത്തെ പുഴ ചാടാൻ നിന്ന് നിങ്ങളിങ്ങനെ ഉരുണ്ട് കളിക്കേണ്ട സുധാകരേട്ടാ. എന്താ നിങ്ങളുടെ തീരുമാനം? ലക്ഷ്മിയച്ചിനെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ലക്ഷ്മിയച്ചി ഇപ്പം പുഴയിലെങ്ങാനും ചാടി എന്തെങ്കിലും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ പോയിട്ട് ജയിൽ കിടക്കേണ്ടി വരും. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞു റെഡിയാ, 2 ലക്ഷം നിനക്ക് തരാം. നീ മാറി താമസിക്കാൻ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പുഴയിൽ ചാടാൻ ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല സുധാകരേട്ടാ, നിങ്ങളിപ്പോൾ പറഞ്ഞു 2 ലക്ഷം രൂപ ലക്ഷ്മിയച്ചിക്ക് കൊടുക്കാം. ഒരു കാര്യം ചെയ്യാം, നമ്മളെല്ലാവരും കൂടി കൂടിയിട്ട് 5 ലക്ഷം രൂപ നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും ഇവിടുന്ന്? ഇപ്പോൾ 5 ലക്ഷം രൂപ കൊണ്ടിട്ട് ഒരു വീടോ അല്ല സ്ഥലമോ വീടോ ഉണ്ടാക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും? ഇനിയിപ്പോൾ ഇങ്ങനെയല്ല, നമുക്ക് കാര്യങ്ങൾ വേണ്ടപ്പെട്ടവരായിട്ട് തീരുമാനിക്കാം. എന്നിട്ടും അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകാത്ത രീതിക്കാണെങ്കിൽ കാര്യങ്ങൾ നമുക്ക് കേസിലേക്ക് കൊണ്ടുപോകാം. ഇതിപ്പോൾ എവിടുന്നാണ് കൂട്ടിക്കൊണ്ടുവരുന്നതെന്ന് നിങ്ങൾക്കറിയോ? പോയടുത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുവരികയാണ്. എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും? ആരോട് പറയും? റഷീദേ, ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കണ്ട. ഇവിടുത്തെ വെക്കേണ്ട കാര്യം അത് എനിക്കറിയാം. അത് ഞാൻ എന്താണ് ചെയ്യാം. അത് നീ ഇടപെടണം കേട്ടോ. എന്നാലും വേണ്ട, നിങ്ങൾ പിണങ്ങണ്ട. ഞാൻ എന്തെങ്കിലും ചെയ്യാം. എന്തായാലും ഇവർക്ക് ഞാൻ വേണ്ട റഷീദ്. ഞാനതാ പറഞ്ഞത് അവിടെ നിന്ന് വരുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ റഷീദ് പറഞ്ഞും കണ്ടു പോകും. എനിക്കിവിടെ സമാധാനിച്ചിരിക്കണ്ടേ? നിർത്തില്ല അവിടെ. നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൊടുത്ത് എന്നെ പുറത്താക്കാൻ നടക്കുക. ആ നടപ്പില്ല കേട്ടോ. നിങ്ങളെ സുധാരേട്ടാ, പറഞ്ഞ് പേടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
നിങ്ങളിപ്പോൾ പറഞ്ഞ് പേടിപ്പിച്ച ലക്ഷ്മി ചേച്ചി പേടിക്കും. ഞങ്ങൾ പേടിക്കൂല. കാരണം ഞങ്ങളിത് കണ്ടിട്ടാണ് വരുന്നത്. ഈ പാപത്തിൻ്റെ കയ്യും കണ്ണീരും കണ്ടിട്ടാണ് ഇപ്പോൾ ഇവിടുന്ന് വരുന്നത്. എന്താ നിങ്ങളെ തീരുമാനം? 2 ലക്ഷം കൊണ്ടോ 2 ലക്ഷം കൊണ്ടോ 5 ലക്ഷം കൊണ്ടോ എന്തായാലും ലക്ഷ്മി ചേച്ചിക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റില്ല. ഇനിയിപ്പോൾ അങ്ങനെയല്ല, ഇത് വില കെട്ടുകയാണെങ്കിൽ ആ വിലക്കനുസരിച്ച് ഇട്ട് പോട്ടെ, പകുതിയും ആയിക്കോട്ടെ. കാരണം നിങ്ങളെ 2 പേരിലാണല്ലോ ഈ വീടുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് നീ മുന്നോട്ട് പോയില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ നിങ്ങൾ വിളിക്കുക, എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം. നിങ്ങൾ വിളിക്കാൻ നേരത്ത് എന്നെയും കൂടി ഒന്ന് വിളിക്കണം. എനിക്കും 2 കാര്യങ്ങൾ അവരോട് പറയാനുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ പോകൂലെങ്കിലും കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ കാണുന്നുണ്ട് ഇതൊക്കെ. നിങ്ങളങ്ങനെ വലിയ ആളാകൊന്നും വേണ്ട, പേടിപ്പിക്കാനും നിൽക്കണ്ട. എന്തായാലും ഞാൻ പേടിക്കൂല, നിങ്ങളെ പെങ്ങൾ പേടിക്കേക്കും. ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു റഷീദെ. ഇനി ലക്ഷ്മി ഇറങ്ങണ്ട, ഞങ്ങളും ഇറങ്ങുന്നില്ല. ഇനി ലക്ഷ്മി അങ്ങനെ ആദ്യം എങ്ങനെ ഇരുന്നോ ഞാൻ അതേ മാറ്റിന്. ഇനി ഒരു പ്രശ്നവും പെട്ടില്ല. ലക്ഷ്മി ചേച്ചിയുടെ തീരുമാനം എന്താണ്? നമുക്ക് നിങ്ങളെ തീരുമാനത്തിനനുസരിച്ച് മുന്നോട്ട് പോവാം. ഇല്ല റഷീദേ, ഇനിയിപ്പോൾ ഇവരുമായിട്ട് എനിക്ക് യോജിച്ച് പോകാൻ പറ്റില്ല. കാരണം ഇനിയും യോജിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെ കണ്ട അതേ അവസ്ഥ തന്നെ എനിക്ക് ഇനിയാവും. അപ്പോൾ എനിക്കെന്താണെങ്കിലും തരാനുള്ള തന്നാൽ മതി. ഞാൻ അതുവരെ വേണമെങ്കിൽ ആരുടെയും വീട്ടിൽ താമസിക്കാം. എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മാറ്റം എവിടെയെങ്കിലും ഒരു 5 സെൻറ്റ് സ്ഥലമോ അല്ലെങ്കിൽ ചെറിയൊരു വീട് നിങ്ങൾ എല്ലാവരും കൂടെ നോക്കി എനിക്ക് വാങ്ങിച്ചു തന്നാൽ മതി. ഇനി ഇവിടെ ഇരുന്ന് ഞാൻ യോജിക്കില്ല. പറയുന്നില്ലേ, ഇതിന് മുന്നേ അങ്ങനെ ഇരുന്നോ അതേമാതിരി ഇരുന്നോ, അത് നടക്കൂ. ഇനിയിപ്പോൾ എന്താണ് തീരുമാനം സുധാരാട്ടാ? എന്തായാലും ലക്ഷ്മി ചേച്ചിക്ക് ഇനി ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല, തീരെ പറ്റില്ല. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ പകുതി നിങ്ങൾ ലക്ഷ്മി ചേച്ചിക്ക് കൊടുക്കി. ഈ വീടിന് എത്ര കിട്ടും അതിൻ്റെ പകുതി ലക്ഷ്മി ചേച്ചിക്ക് കൊടുക്കുക. ഇനി അങ്ങനല്ല, ആളെ ഞാൻ കൊണ്ടുവരാം. 2 ആഴ്ചക്കുള്ളിൽ നമുക്കിത് കച്ചവടം അങ്ങോട്ടും ഇങ്ങോട്ടും വീതം വെക്കാം. അതാണ് ലക്ഷ്മി ചേച്ചി നല്ലത്. 2 ആഴ്ചക്കുള്ളിൽ വീട് കച്ചവടമാക്കാനുള്ള ആളെ ഞാൻ കൊണ്ടുവരാം. അതാ റഷീദെ നല്ലത്. കാരണം ഇനി ഇവിടെ ഇരുന്നങ്ങനെ യോജിച്ച് പോവില്ല. ഞാൻ ഇതുവരെ വിചാരിച്ചു ഇവിടെ എന്ത് ഭാഗം വാങ്ങാനാണ് ഞാൻ. എൻ്റെ ആങ്ങളെയും മക്കളല്ലേ എന്നെ അവർ നോക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതുവരെ എന്തെങ്കിലുമൊക്കെ 2 ആളും ഇങ്ങനെ പറയും, ഒന്നും കേൾക്കാണ്ട് ഒരു വാക്ക് പോലും ഞാൻ പുറത്ത് അറിയിക്കാണ്ട് നടന്നതാണ്. ഇപ്പോൾ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഇനി ഇവിടെ ഇരുന്ന് അധികം ഈ വീട്ടിൽ എനിക്ക് ഇരുന്ന് പോകാൻ പറ്റില്ല. തരാനുണ്ടെങ്കിൽ എനിക്ക് തരട്ടെ, എന്തായാലും എനിക്ക് ഇവർക്ക് ഭാഗം കൊടുക്കാൻ പറ്റില്ല. വീട് വില കെട്ടിയിട്ട് അതിൽ പാതി എനിക്ക് തരട്ടെ, അതേ നടക്കൂ. എനിക്ക് എന്തായാലും ഞാൻ ഒന്നും വേണ്ട പറഞ്ഞിട്ട് ഇനി എന്തായാലും പോകുന്നില്ല. വേറെ ആർക്കും എനിക്ക് കൊടുക്കാനില്ല. മര്യാദയ്ക്ക് എന്നെ ഇവരെന്നെ നോക്കിയതാണെങ്കിൽ എൻ്റെ എന്തുണ്ടെങ്കിലും അത് ഇവർക്കല്ലേ. ഇനി എത്ര കാലം ഞാൻ പണിയെടുക്കാൻ പറ്റും അത്രയും കാലം ഞാൻ പണിയെടുത്ത് ഞാൻ ഇവർക്ക് കൊടുക്കില്ല. രക്ഷിത് ഏട്ടനായിട്ടില്ല ഇത്രത്തോളം ഞാൻ ആക്കിയത്. ഇനി എനിക്ക് വയ്യ, എനിക്കിനി കരയാനും കണ്ണീര് പോകാനൊന്നും എനിക്കില്ല. അത്രയും ഞാൻ കരഞ്ഞിട്ടുണ്ട്, ആരും അറിയാണ്ട്. എന്തൊക്കെ ദ്രോഹിച്ചാലും ഞാൻ പുറത്ത് കാണിച്ചിട്ടില്ല ഇതുവരെ. ഇതിനുള്ളിൽ എന്തൊക്കെ നടന്നാലും അത് എൻ്റെ ഏട്ടനല്ലേ, എൻ്റെ ഏടത്തി അമ്മയല്ലേ, ഇവരുടെയൊക്കെ ഞാൻ സഹിച്ചതാണ്. ഇനി എന്തായാലും റഷീദ് പറഞ്ഞത് തന്നെയാണ് ശരി. ഏട്ടൻ തരാൻ പറ്റില്ലെങ്കിൽ നമുക്ക് വീട് വെക്കാം, കച്ചവടം വെക്കാം. ഏട്ടൻ എത്ര ഇതിൽ പണിയെടുത്ത് ഇറക്കിയിട്ടുണ്ടോ അതുപോലെ ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പാട് മുഴുവൻ ഇവരിക്കാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതൊന്നും ഞാൻ ചോദിക്കുന്നില്ല. എനിക്ക് വീട്ടിലെ പാതി എന്തായാലും കിട്ടണം. അപ്പോൾ സുധാരേട്ടാ, ലക്ഷ്മി ചേച്ചി പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ലക്ഷ്മി ചേച്ചീൻ്റെ തീരുമാനം ഇപ്പം ഇങ്ങനെയാണ്. ഇനി നിങ്ങളെ തീരുമാനം എങ്ങനെയാണെന്ന് വെച്ചാലും അതിനനുസരിച്ച് നിങ്ങളെ തീരുമാനം നിങ്ങളെ അറിയിക്കാം. നിങ്ങളെ അറിയിക്കണം. അതുവരെ ലക്ഷ്മി ചേച്ചി ഇവിടെ നിൽക്കട്ടെ. ലക്ഷ്മി ചേച്ചി ഇവിടെ നിൽക്ക്. ബാക്കി നമ്മളെ തീരുമാനത്തിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ ഓക്കെ, എന്നാൽ ഞാൻ പോയിട്ട് വരാം. ലക്ഷ്മി ചേച്ചി ഞാൻ പോവാട്ടോ. ഞങ്ങൾ പുറത്ത് പോകാൻ നിൽക്കുക.
അവള് രാവിലെ തന്നെ പോയി. ആങ്ങളും പെങ്ങളും കൂടി ഒന്നും രണ്ടും പറഞ്ഞ് പിണങ്ങി വലിയ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞു. അവളിട്ടിട്ട് പോയത്രേ. അവളിപ്പോൾ എവിടെ പോകണം? ഒന്നില്ലേ അനാഥ മഠത്തിലേക്ക് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും ഇട്ടിട്ട് പോയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ദൂരെ ഒരു മാമനുണ്ടല്ലോ അവിടത്തേക്ക് പോയി എന്ന് പറയാമെന്ന് പറഞ്ഞിരിക്കുക. അവൾ എന്തായാലും തിരിച്ചു വരില്ല. മനസ്സമാധാനമായി. അല്ലാണ്ടാവില്ല ഇനി വയസ്സായി വരും അവൾക്ക്. ഒക്കെ നോക്കേണ്ട കഷ്ടപ്പാട് ആർക്ക്? നമുക്കാവില്ലേ? പിന്നെ വരുന്ന പെൺകുട്ടികൾക്ക് എന്നെയും നോക്കണം, അച്ഛൻ്റെ പെങ്ങളെയും നോക്കണം പറഞ്ഞാൽ ഏതെങ്കിലും കുട്ടികൾ നോക്കുമോ? ഒന്നും നോക്കില്ല. എല്ലാം കൂടി കണക്ക് കൂട്ടിയിട്ടാണ് സുധായിട്ട് ഈ വർത്തമാനം പറഞ്ഞ് അവളിനെ അങ്ങ് പറഞ്ഞു വിട്ടത്. ഇനി വീട്ടിലെ വാങ്ങും കൊടുക്കണ്ട. ഞാൻ രാവിലെ ജോലിക്ക് പോയതാ. പിന്നെ ആങ്ങളെയും ഭാര്യ അവരൊക്കെ വരും, നിങ്ങൾ ഫുഡ് ഉണ്ടാക്കാൻ വെക്കാൻ പറയും അവളോടൊന്ന് പറഞ്ഞിട്ട്. ഞാൻ അവളോട് മിണ്ടാട്ടൊന്നുമില്ല. ആങ്ങളും പെങ്ങളും എന്തെങ്കിലും സംസാരിക്കും എടുക്കുന്നതല്ലാണ്. ഞാൻ ഒരക്ഷരം അങ്ങോട്ട് പറയാനും പോല മിണ്ടൽ. ഞാനൊക്കെ അവളോട് മിണ്ടിയിട്ട് വർഷങ്ങളായി. തീരെ മിണ്ടലില്ല. ഇപ്പം എന്ത് പറഞ്ഞാലും തലേന്ന് അങ്ങ് ഒഴിഞ്ഞ് കിട്ടി. സുധേട്ടനാ എന്നെ റെഡിയാകാൻ പറഞ്ഞിട്ട് ഇതപ്പോൾ താഴെ ആരോ വന്ന് ബെല്ലടിക്കുന്നതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയിരിക്കുക. ആരെങ്കിലും കിട്ടി ഇങ്ങനെ തന്നെ അങ്ങ് സംസാരിച്ച് നിൽക്കും. ഞാൻ വേഗം റെഡിയാകുമെന്ന് പറഞ്ഞു. ആ സിനിമയ്ക്ക് സമയം തെറ്റും. ഭക്ഷണം കഴിച്ചിട്ട് വേണം പോകണമെങ്കിൽ. ഇവിടെ കറിയൊന്നും ആക്കിയിട്ടില്ല. എന്താ മീൻകറി എന്താ രാവിലെ വെച്ചിട്ടുണ്ട്, അതൊന്നും എനിക്ക് വേണ്ട. ആയിക്കോട്ടെ. ഇനി 3-4 ദിവസം കൊണ്ട് എല്ലാവരും കൂടി ഇങ്ങോട്ട് വാട്ടാ. ഇപ്പം എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നാളെ എന്തായാലും എനിക്ക് ജോലിക്ക് പോകണം. ഇന്ന് ഉച്ചവരെ ചെയ്തിങ്ങോട്ട് സുധാട്ടൻ വിളിച്ചുകൊണ്ട് ഓടി വന്നതാണ് ഞാൻ. എന്നാൽ ആയിക്കോട്ടെ. പിള്ളേരൊക്കെ ഇല്ലല്ലോ, ആരും വിളിച്ചിട്ടില്ല. അവരൊക്കെ വിളിക്കുമ്പോൾ പിന്നെ പറയാമല്ലോ നമുക്ക്. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ദൂരെയുള്ള മാമൻ്റെ അടുത്ത് പോയി എന്നുള്ളത്. പിന്നെ അത് വന്നിട്ടില്ലെങ്കിൽ അതിനെ കാണുന്നില്ല, കഴിഞ്ഞില്ലേ, വേറെ ഒരു പ്രശ്നമില്ലല്ലോ. ശരി എന്നാ. അതാ വിളിക്കുന്നു. എന്താ വന്നോ? സുധേട്ടൻ വിളിക്കുന്നു കേട്ടോ. സമയം ഒരുപാടായി, ഞങ്ങൾ പോകട്ടെ. എന്താ? ഞാൻ റെഡിയായി. നിങ്ങൾ എന്ത് ചെയ്യാ? നീ താഴോട്ട് വാ. പിന്നെ അവിടെ വന്നിട്ടുണ്ട്. റഷീദ് കൂട്ടിട്ട് വന്നതാ. റഷീദ് കൂട്ടിയിട്ട് വരികയെ? നിങ്ങളല്ലേ പറഞ്ഞ് അവള് പോയി എന്നുള്ളത്? അപ്പോൾ റഷീദിന് വേറെ പണിയൊന്നുമില്ലേ? നിങ്ങളുടെ തോന്നലായിരിക്കും. നിങ്ങൾക്ക് അവൾ പോയപ്പൻ എന്തോ ഒരു പോലെ അങ്ങനെ ഇരിക്കുകയല്ലേ, അതല്ലേ നമ്മൾ പുറപ്പെട്ട് സിനിമയ്ക്ക് പോകാൻ നിൽക്കുന്നത്? എനിക്ക് തോന്നുന്നില്ല. നമുക്കൊരു മാനസികമായ മനുഷ്യ. നോക്കട്ടെ. ഓ